പ്രവാസലോകത്തെ വാർത്തകൾ. താരിഫ് കത്തുകൾ ലഭിക്കാത്ത വ്യാപാര പങ്കാളികൾ ബ്ലാങ്കറ്റ് താരിഫ് നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ 15% 20% താരിഫ് നൽകേണ്ടി വരും. കാനഡ ഉൾപ്പെടെ 23 രാജ്യങ്ങളിലേക്ക് വ്യാഴാഴ്ച താരിഫ് കത്തുകൾ അയച്ചിരുന്നു. കൂടുതൽ താരിഫ് കത്തുകൾ അയക്കാൻ ട്രംപ് പദ്ധതിയിട്ടില്ലെങ്കിൽ ഇതുവരെ കത്തുകൾ ലഭിക്കാത്ത മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യയെ ബ്രാക്കറ്റ് ചെയ്യുകയും ഒരു ബ്ലാങ്കറ്റ് താരിഫ് നൽകുകയും ചെയ്തേക്കാം. ആഗസ്റ്റ് 1 ഇന്ത്യ-US വ്യാപാര കരാർ ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യ ബ്ലാങ്കറ്റ് താരിഫ് നേരിടേണ്ടി വരും. ഏപ്രിൽ 2 ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ച 26% പരസ്പര താരിഫുകളേക്കാൾ കുറവായിരിക്കും ഇത്. US വ്യാപാര കമ്മി കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഏപ്രിൽ 2 വ്യാപാര പങ്കാളികൾക്ക് ട്രംപ് പ്രഖ്യാപിച്ച പരസ്പര താരിഫുകൾ ആദ്യം ജൂലൈ 9 വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ 2 സമയപരിധിക്കുള്ളിൽ 2 ഡീലുകൾ എത്തിയത് ശേഷം സമയപരിധി US സർക്കാർ ഓഗസ്റ്റ് 1 വരെ നീട്ടി. ഇതിൽ UK-യുമായുള്ള പരിമിതമായ വ്യാപാര ഉടമ്പടിയും വിയറ്റ്നാമുമായുള്ള ഒരു കരാറും ഉൾപ്പെട്ടിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ അന്തിമമാക്കിയിട്ടില്ല. കാർഷിക ക്ഷീരോത്പാദനം ഉൾപ്പെടെ US-ൽ നിന്നുള്ള കടുത്ത ആവശ്യങ്ങൾ കാരണം ഇടക്കാല വ്യാപാര കരാറിൽ ഒരു കരാറിലെത്താൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് ജൂലൈ 2-3 തീയതികളിൽ വാഷിംഗ്ടൺ DC-യിൽ നിന്ന് ഇന്ത്യ ചർച്ചാ സംഘം മടങ്ങി. താരിഫുകൾ ഇപ്പോൾ ഓഗസ്റ്റ് 1 മാറ്റിവെച്ചതിനാൽ ഇന്ത്യയും US-ഉം തങ്ങളുടെ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ പ്രതിനിധി സംഘം അടുത്തയാഴ്ച വാഷിംഗ്ടൺ DC-യിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടെന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 35% തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ തീരുവ പ്രാബല്യത്തിൽ വരും. കാനഡയിൽ നിന്ന് US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ബാധകമാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക് ട്രംപ് കത്തയച്ചു. കാനഡയുമായുള്ള വ്യാപാര ബന്ധം തുടരുമെന്നും അത് പുതുക്കിയ നിബന്ധനകൾക്ക് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കിയാണ് ട്രംപ് കത്തയച്ചത്. അമേരിക്കയിലേക്കുള്ള ഫെന്റനിലിന്റെ ഒഴുക്ക്, അന്യായമായ വ്യാപാര രീതികൾ എന്നിവയാണ് കാനഡയ്ക്കെതിരെ ഉയർന്ന തീരുവ ചുമത്തുന്നതിന്റെ കാരണമായി ട്രംപ് ചൂണ്ടിക്കാണിച്ചത്. പ്രധാന വിഷയങ്ങളിൽ സഹകരിക്കുന്നതിൽ കാനഡ പരാജയപ്പെട്ടെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് ആശ്വാസത്തിനു വേണ്ടി നൽകുന്ന മരുന്നാണ് ഫെന്റനിൽ. ഹെറോയിൻ 50 മടങ്ങും മോർഫിനേക്കാൾ 100 മടങ്ങും വീര്യമുള്ളതാണ് ഈ മരുന്ന്. എന്നാൽ ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ ഇത് ലഹരി ആവശ്യത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയിലെ ക്ഷീര കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കാനഡ ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തിയത് വ്യാപാര കമ്മിക്ക് കാരണമാകുമെന്നും ട്രംപ് കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വ്യാപാര കമ്മി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ഒരു പ്രധാന ഭീഷണിയാണെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. കനേഡിയൻ കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങൾ അമേരിക്കയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചാൽ അവർക്ക് വേഗത്തിലുള്ള റെഗുലേറ്ററി അംഗീകാരങ്ങൾ നൽകാൻ സഹായിക്കുമെന്നും ട്രംപ് കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡയിലെ കോളേജുകൾ 10,000-ത്തിലധികം ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതാണ് ഇതിന് കാരണം. 600-ലധികം കോളേജ് പ്രോഗ്രാമുകൾ വെട്ടിക്കുറച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റിലെ വൻ ഇടിവാണ് പിരിച്ചുവിടലിലും പ്രോഗ്രാം വെട്ടിക്കുറയ്ക്കലിനും പിന്നിലെ പ്രധാന കാരണമായി വിദഗ്ധർ കാണുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് പഠനാനുമതി നൽകുന്ന നിരക്കിൽ ഗണ്യമായ കുറവുണ്ടായി. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. US-ന്റെ ഇമിഗ്രേഷൻ അടിച്ചമർത്തൽ പോലെ കാനഡയിലെ ഈ ഇടിവ് കണക്കുകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തിനുള്ള കഠിനമായ പാതയെ പ്രതിഫലിപ്പിക്കുന്നു. പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, മറ്റ് സേവനങ്ങൾ എന്നിവയിലെ സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള ശ്രമത്തിൽ കാനഡ അതിന്റെ സ്റ്റഡി പെർമിറ്റ് പരിധി 2025-ൽ 4,37,000 നിശ്ചയിച്ചു. ഇത് 2024 അപേക്ഷിച്ച് 10% ഇടിവ് രേഖപ്പെടുത്തുന്നു. നേരത്തെ വെളിപ്പെടുത്തിയ ഡാറ്റ പ്രകാരം രാജ്യം ഇതിനകം തന്നെ മൊത്തം 96,015 പേർക്ക് പഠനാനുമതികൾ നൽകിയിട്ടുണ്ട്. ഒന്റാരിയോയിലെ പൊതു കോളേജുകളിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ 60%-ലധികം വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വൻ കുറവാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയും UAE-യും കസ്റ്റംസ് മേഖലയിൽ സഹകരണത്തിന് ധാരണയായി. ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കസ്റ്റംസ് രംഗത്തെ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിനാണ് ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നത്. ഡിജിറ്റലാക്കുന്നതോടെ നടപടികൾക്കും ചരക്ക് നീക്കത്തിനും വേഗം കൂടും. അബുദാബി കസ്റ്റംസിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസുമായി ചേർന്ന് നടത്തിയ ശില്പശാലയിലാണ് ഈ തീരുമാനമെടുത്തത്. ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള പ്രതിനിധികളും വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. അബുദാബി കസ്റ്റംസിന്റെ നൂതന ഡിജിറ്റൽ സംവിധാനങ്ങൾ വർക്ക്ഷോപ്പിൽ പരിചയപ്പെടുത്തി. അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുന്നതിന് വിവിധ രാജ്യങ്ങളിലെ സംവിധാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത സംരംഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിയുടെ ഇജാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത വാടക കരാറുകൾക്ക് സാധുതയുണ്ടാകില്ല. വാടക കരാറുകൾ നൽകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത വാടക കരാറിന് ഭരണപരമോ ജുഡീഷ്യൽ പരമോ ആയ സാധുതയുണ്ടാകില്ല. പോർട്ടലിന്റെ അംഗീകാരത്തിന് ആവശ്യമായ വ്യവസ്ഥകളും ആവശ്യകതകളും നിർണ്ണയിക്കാൻ നീതിന്യായ ഭവന മന്ത്രാലയങ്ങൾ ഉത്തരവാദികളാണെന്നും ഇജാർ പോർട്ടൽ അധികൃതർ വിശദീകരിച്ചു. ഇജാർ പോർട്ടൽ ആവശ്യമുള്ള സേവനങ്ങൾ നൽകുമ്പോൾ സർക്കാർ ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത വാടക കരാറുകൾ പരിശോധിക്കേണ്ടതുണ്ട്.
സൗദികളല്ലാത്തവർക്ക് വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ ഇജാർ രജിസ്റ്റർ ചെയ്ത ഒരു വാടക കരാർ തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ടെന്നും സൂചിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.